ഈ ആധുനിക ലോകത്ത് ആധുനിക രീതിയിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇന്നത്തെ ആളുകളുടെ ടെക്നോളജിക്കനുസരിച്ചുള്ള സംവിധാനങ്ങൾ ചിന്തിക്കാനോ ആലോചിക്കാനോ അത് നടപ്പിലാക്കാനോ അവർക്ക് സാധിക്കില്ല. കേരള സംസ്ഥാനത്തിന് തന്നെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേവലം ആളുകൾക്ക് നിൽക്കാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ്, അതിനപ്പുറമായിട്ടൊരു സൗകര്യങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണത്. ഇവിടെ ഞങ്ങൾ വിഭാവന ചെയ്തത് ഒരു വെറും വെയിറ്റിംഗ് ഷെഡും ഒരു ബസ് വന്ന് നിൽക്കാനുമായിട്ടുള്ളൊരു സ്ഥലമല്ല, അതിനോടൊപ്പം ഒരു കോംപ്ലക്സാണത്. ആ കോംപ്ലക്സ് എന്ന് പറയുന്നത് അവിടെ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, കാരണം ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണത്. അത് ഏതാണ്ട് സ്ത്രീകൾക്ക് 4 ടോയ്ലറ്റ്, പുരുഷന്മാർക്ക് 4 ടോയ്ലറ്റ്. അത് കൂടാതെ ഒരു കഫേ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ഈ ആധുനിക കഫേ എന്ന് പറഞ്ഞാൽ സ്റ്റാർബക്കിൻ്റെയൊക്കെ മാതിരിയുള്ള ഒരു കഫേയാണ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആളുകൾക്ക് അവിടെ ഐസ്ക്രീം, ജ്യൂസ്, അങ്ങനെയുള്ള കൂൾ ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിക്കാനായിട്ടുള്ളൊരു സൗകര്യം, കുറച്ച് നേരം വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യം. ഇനി ഇതിന് പുറമേ 1ാമത്തെ നില എന്ന് പറയുന്നത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ്, അതായത് 48 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകിട്ട് ഡിന്നറ്. അപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 9 മണി വരെ ഇത് പ്രവർത്തിക്കും. ഇതിനിടയ്ക്കുള്ള സമയത്ത് അവിടെ ടീയും കോഫിയും അതുപോലെ തന്നെ സ്നാക്സും ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി 3ാമത്തെ നിലയിൽ സ്ത്രീകൾക്ക് ജിം. അത് നമുക്കറിയാം, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പ്രൈവസിയും അവർക്ക് തനിയെ ഒരു ജിമ്മ് ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ജിമ്മ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3 നിലയും, ഈ ടോയ്ലറ്റ് ബ്ലോക്ക് അടക്കം റെസ്റ്റോറൻറ്റും ജിമ്മും എല്ലാം എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളതാണത്. അത് ഒരു 5 നക്ഷത്ര ഹോട്ടലിൻ്റെ ആ നിലവാരത്തിന് തുല്യമായിട്ടുള്ള സൗകര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ബസ് കാത്തിരിപ്പ് സ്റ്റേഷനായിക്കോട്ടെ, അവിടെ നമ്മൾ വൈഫൈ ചാർജിങ്ങിനുള്ള സൗകര്യങ്ങൾ, അവിടെ ഏറ്റവും ആധുനികമായിട്ടുള്ള സീറ്റുകൾ. ഇപ്പോൾ ഒരു സീറ്റ്, ഒരു ചെയർ അവിടെ ഇരിക്കുന്നതിന് ആ സീറ്റിന് തന്നെ 5000-ലധികം രൂപ വിലയുള്ള സീറ്റുകളാണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു ഉദ്ദേശമെന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ ആധുനിക സൗകര്യങ്ങൾ ലഭിക്കുക, ഒരു 5 നക്ഷത്ര ഹോട്ടലിന് തുല്യമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കുക. സാധാരണ രീതിയിൽ പഞ്ചായത്തുകൾ, സർക്കാരുകൾ നടപ്പിലാക്കുന്ന രീതിയിലല്ല, വളരെ ആധുനികമായിട്ടുള്ള രീതിയിൽ ആണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇല്ലാതെയാക്കുക. കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർ, പരമ്പരാഗതമായിട്ടുള്ള CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവർക്കിത് സഹിക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പിറകെ ഇവരാരും വാലാട്ടി നടക്കില്ല എന്നുള്ളതാണത്. അപ്പോൾ ഇവരെ ജീവിതകാലം മുഴുവൻ, അതായത് ഇവരെ ഒരിക്കലും നന്നാക്കാൻ ഇവരനുവദിക്കില്ല. ഇവർ പട്ടിണി കിടക്കണം, ഇവർ നശിച്ച് കിടക്കണം. അപ്പോൾ അങ്ങനെ കിടന്നാൽ മാത്രമാണ് ഈ രാഷ്ട്രീയക്കാർക്ക് അവരെ ചൂഷണം ചെയ്ത് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ആപത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ആ ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാകുന്നതിന് മുമ്പ്, കാരണം അടുത്ത 2 മാസത്തിനുള്ള അതിൻ്റെ പണി പൂർത്തിയാകേണ്ടതാണത്, ആ പണി പൂർത്തിയാക്കാതെ അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉരുക്കുമുഷ്ടി, അതായത് ഗവൺമെൻറ് സംവിധാനങ്ങളും പോലീസിനെ തന്നെ നിശ്ചലമാക്കിക്കൊണ്ട് MLAയും ഇവിടുത്തെ CPMും CITയും കോൺഗ്രസും എല്ലാവരും കൂടി കൂടിയിട്ട് അത് അതിക്രമിച്ച് കയറി അവിടെ ഉണ്ടായിരുന്ന ഈ ബസ് കാത്തിരിപ്പ് സ്റ്റേഷനിലുണ്ടായിരുന്ന സീറ്റുകൾ നശിപ്പിച്ചു, അവിടെയുള്ള ബാരിക്കേഡുകൾ നശിപ്പിച്ചു, ഗ്രില്ലുകൾ നശിപ്പിച്ചു. എന്നിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ, അവരുടെ പരമ്പരാഗത രീതി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഷെഡ് എടുക്കുക, ഒരു ഷീറ്റ് ഇടുക, എന്നിട്ട് അവിടെ ഒരു പൈപ്പ് വയ്ക്കുക, അതിന് മുകളിൽ ആളിരിക്കുക. കാരണം അവർക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കൂ. ഈ ആധുനിക ലോകത്ത് ആധുനിക രീതിയിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക്, ഇന്നത്തെ
ആളുകളുടെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള സംവിധാനങ്ങൾ ചിന്തിക്കാനോ ആലോചിക്കാനോ അത് നടപ്പിലാക്കാനോ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അവരൊരു പൈപ്പ് എടുത്ത് കെട്ടി ഒരു ഷീറ്റ് എടുത്ത് വെച്ചു, അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി. അപ്പോൾ അതിനെ അട്ടിമറിച്ച്, അതായത് 2020 ഇവിടുത്തെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഇത്രയും അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർക്കത് ലഭിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ബലം പ്രയോഗിച്ച് കയ്യേറി കഴിഞ്ഞപ്പോൾ 2020 പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും അക്രമത്തിൻ്റെ പാതയിലുള്ളൊരു പാർട്ടിയല്ല. നിയമം കയ്യിലെടുക്കാറില്ല, നിയമം ലംഘിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിന് നിയമപരമായിട്ട് അതാത് സ്ഥലങ്ങളിൽ സമീപിക്കുക. ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്തു. പോലീസ് നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ പിണറായി പോലീസ് നമുക്കറിയാലോ. അവർ പിണറായി പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ CPM പറയുന്ന അനുസരിച്ച് ഒരു വിരൽ പോലും അനക്കില്ല. അപ്പോൾ അവിടെ നിന്ന് നീതി കിട്ടില്ല എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. അവിടെ സമീപിച്ചു. ഇന്ന് എനിക്കറിയാം കേരളത്തിൽ ഈ അടുത്തിടയ്ക്ക് ഇതുപോലെ ഇത്രയും ശക്തമായിട്ടുള്ളൊരു വിധി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം വളരെ ശക്തമായിട്ടാണ്, അതായത് ആൾക്കൂട്ട നിയന്ത്രണം. ഒരാൾക്കൂട്ടം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് തന്നെ ആപത്താണത്. ഇത് പഞ്ചായത്തിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ, പഞ്ചായത്തിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ, അനുവദിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്താവും, അത് ഇന്ത്യ രാജ്യത്താവും. എന്തും ആൾക്കൂട്ടം പിടിച്ചെടുക്കാവുന്ന സാഹചര്യം വരും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അടിച്ചൊതുക്കണം, പോലീസിനോട് അടിച്ചൊതുക്കണം. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഈ തെമ്മാടിത്തരം ചെയ്തവരെ, അവിടെ ഇത് നശിപ്പിച്ചവരെ, അവിടെ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം എന്ന് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് പോലീസിന് കൊടുത്തിരിക്കുന്നത്.